ഗൃഹപാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. സർ, സൂര്യചന്ദ്രന്മാരുടെ സ്വാധീനത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവരുടെ സ്വാധീനം കുറയുമ്പോഴാണ് ഓരോ രോഗാവസ്ഥയെക്കുറിച്ച് സാറ് പറഞ്ഞു. ഈ രോഗാവസ്ഥയ്ക്ക് കുറവ് വരാൻ വേണ്ടി നമുക്ക് രത്നം ധരിക്കാൻ സാധിക്കും. രത്നം ധരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും. കാരണം ചൂട്, തണവ് ഇത് രണ്ടുമാണ് നമ്മുടെ ശരീരം. കഫം കൂടുമ്പോൾ കോപം കൂടുന്ന പറയും. നമുക്ക് ശരീരത്തിന്റെ കഫം നമ്മുടെ തലച്ചോറിനെ സംരക്ഷിക്കാൻ അത്യാവശ്യമാണ്. പക്ഷെ അത് കൂടുമ്പോഴാണ് സൈനസൈറ്റീസ്, അതുപോലെ തന്നെ ബോഡിയിൽ ഹീറ്റ് കൂടുതൽ, തലവേദന, മുടി കൊഴിച്ചിൽ ഇതൊക്കെ വരുന്നത്. അപ്പം ഹെറിഡിറ്ററി ആയിട്ടും ഇതെല്ലാം വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇതിലേക്ക് വരാം. ഒരു കോൾ ഉണ്ട്. ഹലോ, നമസ്കാരം. ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ മാഡം, ഞാൻ സുഷയാണ്. എവിടെ നിന്നാണ്? കണ്ണൂരിൽ നിന്നാണ്. ഓക്കെ, സാറിനോട് സംസാരിച്ചോളൂ. നമസ്കാരം. പറയും. എന്റെ നാള് പൂയമാണ്. അപ്പൊ എനിക്ക് കാലിന് വാദത്തിൻ്റെതായ സ്വന്തമായ അത് കാണിച്ചില്ലായിരുന്നു. പക്ഷെ നമ്മൾ കാല് തറയിൽ ഊന്നാൻ പറ്റാത്ത അവസ്ഥയിൽ തണുപ്പ് സമയം. അപ്പൊ പല്ലിനും കേടുപാടുണ്ട്. 25 വയസ്സായതേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ എന്തെങ്കിലും ഞങ്ങൾ കല്ല് ഉപയോഗിക്കുന്നോണ്ട് എന്തെങ്കിലും ഒരു പരിധി വരെ അത് സപ്പോർട്ട് ചെയ്യും. കാരണം നമ്മള് തണവിനെയാണല്ലോ ഭയക്കുന്നത്. ക്രിസ്റ്റോബറിൽ അല്ലെങ്കിൽ അൾട്രാവയലറ്റ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് ഈ ബോഡി ഹീറ്റ് ആവാനും ഇതെല്ലാം ആവശ്യമായിട്ടുള്ളത് അൾട്രാവയലറ്റ് രശ്മിയുടെ സപ്പോർട്ടാണ് ആവശ്യം. ഓക്കെ, നാള് ഒരു സപ്പോർട്ട്. ഇപ്പൊ നിങ്ങൾക്ക് ബുധദശയാണ് ഇപ്പോ സമയത്തിന് അത് ഓക്കെ. പക്ഷെ ക്രിസ്റ്റോബറിൽ ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള കാറ്റ്സൈ നമ്മൾ ഫിംഗറിൽ ഒരു 2.5 കാരറ്റോ 3 കാരറ്റോ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മളെ ബോഡി ഹീറ്റ് ആവും. ഹീറ്റ് ആവുമ്പോൾ നിങ്ങളെ ഇതിന് കുറെ സപ്പോർട്ട് ചെയ്യും. നിങ്ങളെ ബോഡി തണുക്കുമ്പോഴാണ് ഈ പ്രശ്നമെങ്കിൽ ബോഡി ഹീറ്റ് ആവുക ചെയ്യുക. അപ്പൊ ക്രിസ്റ്റൽ അല്ല, കാറ്റ്സൈ ഒന്ന് നിങ്ങൾ ധരിച്ചോളൂ. അത് കാങ്കേയം കാറ്റ്സൈ അല്ലെങ്കിൽ ട്രിവാൻഡ്രം കാറ്റ്സൈഡ്, രണ്ട് ഓരോ രാജ്യങ്ങളുടെ കാറ്റ്സൈക്കും പ്രത്യേകതകളാണ്. തിരുവനന്തപുരം തീർച്ചയായിട്ടും. അപ്പൊ ഈ കാറ്റ്സൈ ഇവിടെ നല്ല കാറ്റ്സൈ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ധരിച്ചോളൂ. ഓക്കെ, വിളിച്ചതിന് വളരെയധികം നന്ദി. രോഗാവസ്ഥയ്ക്ക് ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത്. ബോഡി ഓൾറെഡി ഹീറ്റ് ആവുക. അപ്പൊ ബോഡി ഹീറ്റ് ആവും, അല്ല ഈ തണുക്ക ചെയ്യണത്. അപ്പൊ നമുക്ക് ബോഡി ഹീറ്റ് ആക്കിയാൽ മതി. നമുക്കൊരു സപ്പോർട്ട് തീർച്ചയായിട്ടും. അപ്പൊ ഈ അറ്റ്മോസ്ഫിയറിൽ വരുന്ന മാറ്റാണ് ഈ ബോഡി സഫർ ചെയ്യാത്തത്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ചന്ദ്രൻ ഇത്രയും വലിയ ഭൂമിനെ ആകർഷിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും ക്വാണ്ടിറ്റി ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു രത്നം നമ്മുടെ ശരീരത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ആകർഷണമുണ്ട്. ആ ആകർഷണമാണ് ഇത് പ്രധാനമായിട്ട് ഇത് പോണത്. ജെം തെറാപ്പി എന്നുള്ള സിസ്റ്റത്തിലാണ്. നാള് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ലല്ലോ. അപ്പൊ ഈ നാള് നേരത്തെ വിളിച്ച വ്യക്തിയുടെ നാളിന്റെ പ്രകാരം ഇപ്പോൾ ബുധദശയാണ്. അപ്പൊ ബുധ എന്ന് പറഞ്ഞ വിദ്യയും അതുപോലെ ബ്രെയിനായിട്ട് ബന്ധപ്പെട്ട. പക്ഷെ ഇതൊരു അസുഖമാണ്. അപ്പൊ അതിന് ഇത് വളരെയധികം ഗുണം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ശ്രദ്ധിച്ച് കണ്ടറിയാം, എനിക്ക് ടെൻഷനാണ്. അതുപോലെ തന്നെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഡിപ്രഷൻ, പെട്ടെന്ന് ദേഷ്യം വരിക, സംശയം ഉണ്ടാവുക, അങ്ങനെയുള്ളവരുടെ ഈ പണ്ട് കാലങ്ങളിൽ സംശയം അല്ലെങ്കിൽ ഡിപ്രഷൻ, സംഭ്രമം, വിമ്മിഷ്ടം. ഇപ്പോഴത്തെ ഫാഷനിൽ സ്ട്രെസ്, ജോലിയിൽ വരുന്ന സ്ട്രെസ്, ടെൻഷൻ, ഇതൊക്കെയാണ്. അപ്പൊ എന്താ വെച്ചാൽ ഒരു മനുഷ്യന്റെ ഹാർട്ട് ബീറ്റ്. സാർ, നമുക്ക് വീണ്ടും ഒരു കോൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം. ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ആരാണ്? ഓക്കെ, സാറിനോട് സംസാരിച്ചോളൂ. നമസ്തേ, പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ഹലോ സാർ. ഹലോ, മോക്ക് വേണ്ടിയാ വിളിക്കുന്നതേ. പറയൂ. മോള് എഞ്ചിനീയറിംഗിന് പഠിക്കുക. എപ്പോഴേ അവക്ക് ഈ പഠിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് ഇതൊക്കെയാ. അപ്പൊ അതിലെന്താ വേണ്ടത്? എന്താ നാളെ കുട്ടിയുടെ ചോദ്യം? ഓക്കെ, എന്താ കൂടുതൽ ഫീൽ ചെയ്യുന്നത്? ഹോസ്റ്റലിൽ നിൽക്കുമ്പോ ഇച്ചിരി പഠിക്കാനൊക്കെ സാമാന്യം ബുദ്ധിയുള്ളതൊക്കെയാ. അവക്ക് അങ്ങോട്ട് ഇതൊക്കെ. അപ്പൊ നമുക്ക് പഠിക്കുന്നതിലാണോ അതോ പഠിക്കുന്നതിന്റെ കാര്യം? ഓക്കെ, ചോദ്യ നക്ഷത്രം അല്ലേ? അപ്പൊ പഠിച്ചിട്ട് ഓർമ്മ നിൽക്കുന്നില്ല എന്നാണോ, പഠിക്കാൻ മടിയാണെന്നാണോ? ഒരു മടി പോലൊക്കെ ഇപ്പൊ ഈ വർഷം തൊട്ടാ അങ്ങനെ. ഓക്കെ. അപ്പൊ എമറാൾഡ് മരതകപ്പച്ച കിട്ടുന്നുണ്ടോ? മരതകപ്പച്ച ഒരു 3.5 കാരറ്റ് സ്ക്വയർ കട്ടിങ് ഉള്ളത്.
സ്ക്വയർ കട്ടിങ് ഉള്ളത് പെൻഡന്റ് ആയിട്ട് ലോക്കറ്റ് ആയിട്ട് ധരിക്കുക. ആ കുട്ടി ഒന്നില്ലെങ്കിൽ കൂടുതൽ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ മനുഷ്യന്റെ ബ്രെയിനിന്റെ കപ്പാസിറ്റിയിലും കൂടുതൽ പഠിക്കാനുള്ളത് കൊണ്ടാണ് കൂടുതൽ പറ്റാത്തത്. രണ്ടാമത് ഓവറായിട്ട് കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്, അപ്പൊ ക്ഷീണം ഉണ്ടാവും. കാരണം റെസ്റ്റ്ലെസ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് കൂടുതൽ പറ്റുന്നത്. അപ്പൊ ഇത് ധരിച്ചാൽ മതി. അപ്പൊ കുറെ റിലാക്സേഷൻ കിട്ടും, ഓർമ്മ നിൽക്കും. 3.5 കാരറ്റ് സ്ക്വയർ കട്ടിങ് ലോക്കറ്റ്. ഓക്കെ, ഓക്കെ. വിളിച്ചതിന് വളരെയധികം നന്ദി. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. സ്ട്രെസ്സാണ് ഇപ്പം ഈ കുട്ടിക്ക്, എനിക്ക് തോന്നുന്നു ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ല, ഇതിപ്പോ എന്താ വെച്ചാൽ ഈ നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ അക്കാഡമിക് സ്റ്റഡിയിലും കൂടുതൽ വ്യക്തികളെ ഒബ്സർവ് ചെയ്യാനുള്ള ഒരു കഴിവും സമയം കൊടുത്തിരുന്നു. ഈ ഒരു വീക്കില് ഒരു കുട്ടിക്ക് PT എന്നുള്ളൊരു ക്ലാസ് ഉണ്ടായിരുന്നു. വീക്കിൽ ഒരു പ്രാവശ്യമേ ഉള്ളൂ. അതുപോലെ തന്നെ സംഗീത ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ കാലഘട്ടങ്ങളിലൊക്കെ സംഗീതം പഠിപ്പിക്കുന്ന ടീച്ചർക്ക് വളരെ സുഖമാണ്. കാരണം ഒരു ഗ്രാഹ്യം ഉണ്ടാവില്ല കുട്ടികൾക്ക്. എന്നല്ല ഇതില് ഇപ്പൊ ആ കാലഘട്ടങ്ങളിൽ പഠിച്ച ആരെങ്കിലും പ്രൈവറ്റ് അല്ല സ്കൂളിൽ നിന്ന് പഠിച്ചിട്ട് ആരെങ്കിലും അരങ്ങേറ്റം നടത്തിയിട്ടുണ്ടാവില്ല. പക്ഷെ എന്താ വെച്ചാൽ ഇതിനെ കുറിച്ചുള്ള ബേസിക് ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ഓവറായിട്ട് നമുക്ക് ഒരു ഇപ്പൊ എഞ്ചിനീയറിംഗ് ഒരു ഫോട്ടോസ്റ്റാറ്റ് ഷോപ്പിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റിന്റെ പുസ്തകങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വരുമ്പോൾ തന്നെ ഏകദേശം നമ്മൾ അത്രയും തിക്നെസ്സിൽ കാണുന്ന പുസ്തകങ്ങൾ പണ്ട് ഡിക്ഷണറി തന്നെയുള്ളൂ. പിന്നെ കാണുന്ന രാമായണം, മഹാഭാരതം, ബൈബിളും. ഇത് വിട്ടിട്ട് അങ്ങനത്തെ ഒരു 5ഓ 10ഓ പഠിക്കുമ്പോൾ ഒരു സാധാരണ ഒരു മനുഷ്യന് കപ്പാസിറ്റി ഉണ്ടാവില്ല. പണ്ട് കാലങ്ങളിൽ കപ്പാസിറ്റി ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, രാവണൻ. അദ്ദേഹം ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുത്തം, ഛന്ദസ്, ആയുർവേദം, യജുർവേദം, അതുപോലെ സാമം, അഥർവം, പ്രണവം. അദ്ദേഹം എഴുതിയ ആയുർവേദ ഗ്രന്ഥം ഇപ്പോഴും നോർത്ത് ഇന്ത്യയിൽ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഒരു അക്കാഡമിയിൽ പഠന വിഷയമാണ്. പക്ഷെ രാവണന്റെ പോലെ ഒന്നും തല ഇപ്പൊ ആർക്കും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ബ്രെയിനേലും കൂടുതൽ കപ്പാസിറ്റി ഉപയോഗിക്കാൻ വരുമ്പോൾ ടയേർഡാവും എല്ലാ മനുഷ്യനും. ആ ടയേർഡാകുമ്പോൾ അതിന് റിലാക്സേഷൻ വരുന്ന വഴികളില്ല. ആ റിലാക്സേഷന് ഒരു പരിധി വരെ സപ്പോർട്ട് ചെയ്യും. അത് അലുമിനിയം ഓക്സൈഡ് സിലിക്കേറ്റ് എന്നുള്ള ഒരു മൂലകമാണ്. ബെറിൽ, ക്രിസ്റ്റോ ബെറിൽ എന്നുള്ള ഗ്രൂപ്പിൽ പെടുന്നതുമാണ്. പക്ഷെ ഇതിന് ക്വാളിറ്റി പ്രധാന ഘടകമാണ്. ഇത് വളരെയധികം സപ്പോർട്ട് ചെയ്യണം. അതാണ് കൂടുതലും ഈ സെലിബ്രേറ്റ്സും ഫിലിം സ്റ്റാർസൊക്കെ എമറാൾഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ എമറാൾഡും അതുപോലെ ഇങ്ങനത്തെ സ്റ്റോണിന്റെ കളക്ഷൻ നമ്മുടെ ഇന്ത്യയിലാണെന്ന് വിചാരിക്കും. അല്ല, അത് ഒരു വ്യക്തി ചെയ്തിരുന്നു, ഈ എലിസബത്ത് രാജ്ഞി. അതൊരു 20 വർഷം മുന്നേ തന്നെ നമ്മുടെ കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കിയാൽ കിട്ടാത്ത അത്ര ഡിജിറ്റൽ മില്യൺ ഇതിനൊക്കെ ഇതുണ്ടായിരുന്നു. അപ്പൊ അത്രയും രാജ്യങ്ങളിലും ഇത് കളക്ട് ചെയ്യുന്നുണ്ട്. അറേബ്യൻ കൺട്രീസുകളിലും കുറെ ആൾക്കാർ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് അത്രയും പവർ ഉള്ളതെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് കളക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ പറയുന്ന ക്വാളിറ്റി, ക്വാണ്ടിറ്റി, അതുപോലെ അപ്ലൈ ചെയ്യുന്ന വ്യക്തിയുടെ വയസ്സ്, ഇവരുടെ പ്രൊഫഷൻ, ഇത്ര കാര്യങ്ങൾ റിലേറ്റഡ് ആണ്. ഇതില് ഈ ഓവറായിട്ട് ഹീറ്റിന്റെ പ്രശ്നമൊന്നുമില്ല. ഈ സ്റ്റോണൊക്കെ വളരെ സാധാരണ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, നന്നായി സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ചിലർ പറയില്ലേ, നല്ല കാലങ്ങളിലാണ് സ്റ്റോൺ കയ്യിൽ വരിക, അല്ലെങ്കിൽ ചീത്ത കാലത്ത് പോയി എന്നറിയും. അപ്പം അതൊന്നുമില്ല. കൂടുതൽ നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റോൺ ആണെങ്കിൽ നല്ല എഫക്റ്റ് ആണ് തീർച്ചയായിട്ടും. ഇത് ഞാൻ നേരത്തെ ചോദിച്ച പോലെ സംശയരോഗങ്ങൾ, അതുപോലെ ഇങ്ങനെ ദേഷ്യപ്പെടുക, അതിനൊക്കെ എന്തെങ്കിലും? അത് നമ്മുടെ ഒരു ഹാർട്ട് ബീറ്റ് ഒരു മിനിറ്റില് 60 അല്ലെങ്കിൽ 90 എന്നുള്ളൊരു കൗണ്ട് ഉണ്ടായിരിക്കും. അത് 170 ആവുമ്പോൾ ഹാർട്ട് ബീറ്റ് മാത്രം ഇങ്ങനെ കൂടുമ്പോൾ ടക്ക് 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 നടിക്കുമ്പോൾ ആൾ ഓൾറെഡി ഡിപ്രസ്ഡ് ആണ്. പക്ഷെ പൊതുവെ ഉള്ള വ്യക്തികൾ ഇത് ആരും അറിയുന്നില്ല. ഇദ്ദേഹത്തിന്റെ ഹാർട്ട് ബീറ്റിനനുസരിച്ച് ഇദ്ദേഹത്തിന്റെ കർമ്മരംഗവും ഇതെല്ലാം സ്പീഡായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു ലിമിറ്റ്, 1 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ 2 മിനിറ്റിനുള്ളിൽ പറയാനുള്ള കാര്യം ഉറക്കെ പറഞ്ഞ് കേട്ടാലും കേട്ടില്ലെങ്കിലും എന്നുള്ളൊരവസ്ഥയിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം മറ്റുള്ള വ്യക്തികളൊക്കെ വളരെ റിലാക്സിൽ ഇരിക്കുമ്പോഴും ഇത് പറയും. കാരണം ഇദ്ദേഹത്തിന്റെ ഡിപ്രഷനാണ് അതിന്റെ കാരണം. ഹാർട്ട് ബീറ്റ്സ് ക്രമാതീത പ്രധാന കാരണം. അപ്പൊ രണ്ടാമത്തേത് ആരും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒന്ന് പതുക്കെ പറയും മനുഷ്യ, അല്ലെങ്കിൽ ഇത് എനിക്ക് മനസ്സിലാക്കാനില്ല, അപ്പൊ നീ എന്നെ മനസ്സിലാക്കുന്നില്ല. ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ കാര്യം, അപ്പൊ അതങ്ങനെ തോന്നും. ഇത് പല സംഭവങ്ങളിൽ നിന്ന് വരാം. നമ്മുടെ വീടുകളിലുള്ള വീട്ടിൽ ഇപ്പൊ ഈ ഒരു വീട് നിർമ്മിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം,
ഈ പെസ്റ്റ് കൺട്രോളിങ്ങിനുള്ള മെഡിസിൻ അടിക്കുന്നുണ്ട്, ഇത് വിള്ളാതിരിക്കാനുള്ള മെഡിസിൻ അടിക്കുന്നുണ്ട്. അതുപോലെ കുറേ മെഡിസിൻസും ഈ കുറേ പോയ്സൺ ആയിട്ടുള്ള മെഡിസിൻസ് എല്ലാം നമ്മുടെ റൂമിലുണ്ട്. ഈവൻ AC വരെ നമ്മൾ ഒരു സുഗന്ധം വേണമെങ്കിൽ ഒരു മെഡിസിനാണത്. ഇതിൻ്റെ നടുക്ക് കിടന്നിട്ട് നമ്മുടെ ശരീരം വിറച്ചോണ്ടിരിക്കുക. ആ സമയത്ത് നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുതലല്ല, ഹാർട്ട് പൊട്ടിത്തെറിക്കേണ്ട വരെ കെമിക്കൽസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ വരുന്ന മാറ്റം, ചില വ്യക്തികളിൽ വരുന്ന വ്യതിയാനം എല്ലാവരും മനസ്സിലാക്കില്ല. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് ലെവലാക്കാനും ഈ ശരീരത്തിനെയും ഇദ്ദേഹത്തിൻ്റെ ചിന്താഗതികളെയും ഒരു ലെവലിലേക്ക് കൊണ്ടുപോകാനും ഇദ്ദേഹത്തിൻ്റെ പ്രായം, പ്രൊഫഷണൽ, അതുപോലെ തന്നെ ഏത് വിഷയങ്ങളാണ് കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നതെന്നും ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ സൊല്യൂഷൻസ് കൊടുക്കാൻ പറ്റും. അത് സംശയമല്ല, ഒരു ചെറിയൊരു കാരണത്തുമ്പോൾ തുടങ്ങുന്നത് പിന്നീട് ഇത് വിഷയമായി വരും. അതാണ് മാറ്ററായിട്ട്, അല്ലാതെ ഉള്ള കാര്യങ്ങളിലല്ല ഈ പ്രോബ്ലം ഉണ്ടാകും. ഓക്കെ സാർ, നമുക്ക് ഏകദേശം ടൈമായി, ഗ്രഹപാഠത്തിൻ്റെ സമയം പൂർത്തിയായി. എനിക്ക് തോന്നുന്നു ഇത്രയും ടൈം പോരാ നമുക്ക് മനുഷ്യരുടെ സൗഭാഗ്യരത്നങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ച് ഇനിയും ഒരുപാട് സമയം വേണം എന്നറിയാം. പക്ഷേ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ സാർ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. അതിന് വളരെയധികം നന്ദി. ഇനി മറ്റൊരവസരത്തിലാകാം. ഗൃഹപാഠം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും മറ്റൊരു വിഷയവും അതിഥിയുമായി ഇരുന്നവരെ നന്ദി, നമസ്കാരം.